പ്രീതികര സുഹൃത്തുക്കളെ എല്ലാവർക്കും മെട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ SCRT പാഠപുസ്തകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ സയൻസ് ആറാമത്തെ ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൽ നമ്മൾ വൻകരകളുടെ പ്രത്യേകതകളാണ് പഠിക്കുക. പാഠഭാഗത്തിന്റെ പേര് ഭൂഖണ്ഡങ്ങളിലൂടെ. ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ലോകത്തെ 7 പ്രമുഖ വൻകരകളെ കുറിച്ച് കൃത്യമായി പഠിച്ചുറപ്പിക്കും. എന്നാൽ 6ാം ക്ലാസ്സിലെ പാഠപുസ്തകമായതുകൊണ്ട് വളരെയധികം ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ അവിടെ കൂടുതൽ വിവരങ്ങൾ പഠിക്കും. എങ്കിലും 6ാം ക്ലാസ്സിലെ ഈ ചാപ്റ്റർ പഠിക്കുന്നതോടൊപ്പം ചില കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മൾ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. ആരംഭിച്ചാലോ? യെസ്, ആരംഭിക്കാം. ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷനായി തന്നിരിക്കുന്ന ഒരു ലേഖനമാണ്. ഇന്ത്യക്കാരനായ കമാൻഡർ അഭിലാഷ് ടോമിയുടെ കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ. നമുക്ക് പ്രാധാന്യം ആരാണ് കമാൻഡർ അഭിലാഷ് ടോമി എന്നതാണ്. ആരാണ് അദ്ദേഹം? കടൽ ചുറ്റി സഞ്ചരിച്ച ഇന്ത്യക്കാരനാണ്. ഒറ്റയ്ക്ക് ഒരു പായ്വഞ്ചിയിൽ ചുറ്റി സഞ്ചരിച്ച ഇന്ത്യക്കാരനാണ് കമാൻഡർ അഭിലാഷ് ടോമി. അദ്ദേഹം സഞ്ചരിച്ച വഞ്ചിയുടെ പേര് അല്ലെങ്കിൽ ബോട്ടിന്റെ പേര് മാതേയി. എന്താണ് മാതേയി എന്ന നാമത്തിന്റെ പ്രത്യേകത? ഗോവൻ തീരത്തെ മീൻപിടുത്തക്കാരുടെ ദേവതയാണ് മാതേയി എന്ന് പറയുന്നത്. ആ മാതേയി എന്ന നാമകരണം ചെയ്യപ്പെട്ട ബോട്ടില് ഒറ്റയ്ക്ക് കടൽ ചുറ്റി സഞ്ചരിച്ച ഇന്ത്യക്കാരനാണ് കമാൻഡർ അഭിലാഷ് ടോമി എന്ന് പറയുക. ഇദ്ദേഹത്തിന് മുമ്പ് മറ്റു പലരും കടൽ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. സമുദ്ര പര്യവേഷണത്തിന് ആദ്യമായി തുടക്കം കുറിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനും പോർച്ചുഗലുമായിരുന്നു. സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും നേതൃത്വത്തിൽ ഒട്ടനവധി പേര് സമുദ്ര പര്യവേഷണം ആരംഭിച്ചു. സമുദ്ര പര്യവേഷണം ആരംഭിച്ചത് യഥാർത്ഥത്തില് കച്ചവടത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ആ സമുദ്ര പര്യവേഷണം ചെന്നെത്തിയത് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നീ വൻകരകളുടെ കണ്ടെത്തലിലേക്കായിരുന്നു. കൂടാതെ ലോകം ചുറ്റി സഞ്ചരിച്ച് എത്തിച്ചേരാമെന്ന് ആദ്യമായി കണക്കാക്കുകയും ചെയ്തു. മഗല്ലന്റെയും കബ്രാളിന്റെയും ക്രിസ്റ്റഫർ കൊളംബസിന്റെയും നേതൃത്വത്തിലൊക്കെ ഒട്ടനവധി സമുദ്ര പര്യവേഷകരാണ് യാത്ര ചെയ്യുന്നത്. 15ാം നൂറ്റാണ്ടിലാണ് ഇവർ യാത്ര ആരംഭിക്കുന്നത്. 15ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ. അങ്ങനെ 15ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തും 16ാം നൂറ്റാണ്ടും ആയപ്പോഴാണ് ലോകം ചുറ്റി സഞ്ചരിക്കാൻ കഴിയുമെന്നും ലോകം ഉരുണ്ടതാണെന്നും ഒക്കെ ചിന്താഗതികൾ ഉയർന്നു വരിക. ഓക്കെ അല്ലേ? അങ്ങനെയാണ് വൻകരകളെ കുറിച്ച് കൂടുതൽ അറിയുവാനും കൂടുതൽ പഠിക്കുവാനുമായിട്ട് മനുഷ്യൻ ശ്രമിച്ചത്. ഓക്കെ, നമുക്ക് ആരംഭിച്ചാലോ? കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോഴെന്ന യാത്രാവിവരണത്തിൽ സമുദ്രങ്ങളെയും വൻകരകളെയും പിന്നിട്ട യാത്രാനുഭവങ്ങൾ എന്ത് ചെയ്യുന്നു? കമാൻഡർ അഭിലാഷ് ടോമി നമ്മോട് പങ്കുവയ്ക്കുകയാണ്. അതാണ് നമ്മൾ മുകളിൽ കണ്ടത്. ഇന്ത്യൻ നാവികസേനയുടെ മാതേയി എന്ന പായ്ക്കപ്പലില് ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ, അതായത് ചിലര് സഞ്ചരിക്കുമ്പോൾ ദ്വീപസമൂഹങ്ങളിലോ അല്ലെങ്കിൽ സമുദ്രത്തോട് ചേർന്ന് കാണപ്പെടുന്ന രാജ്യങ്ങളിലോ എന്ത് ചെയ്യാറുണ്ട്? താൽക്കാലിക വാസത്തിന് വേണ്ടിയിട്ട് കയറാറുണ്ട്. എന്നാൽ അദ്ദേഹം ഒരിടത്തും നിർത്താതെ ഒറ്റയ്ക്ക് ലോകം ചുറ്റുമെന്ന ആദ്യ ഇന്ത്യക്കാരനും ആദ്യ മലയാളിയുമാണ്. സമുദ്രങ്ങളിൽ നിന്ന് സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിശാലമായ ഭൂമുഖത്ത് തനത് സവിശേഷതകളുടെ കരകൾ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും അവയെല്ലാം എത്രത്തോളം പരസ്പരം ബന്ധിതമാണെന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് വസ്തുത. നമുക്ക് വേണ്ടത് കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാ വിവരണം എഴുതിയത് ആര്? കമാൻഡർ അഭിലാഷ് ടോമി. അദ്ദേഹം ഒറ്റയ്ക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ, കടൽ ചുറ്റി സഞ്ചരിക്കുവാൻ ഉപയോഗിച്ച പായ്ക്കപ്പലിന്റെ പേരെന്താ? എന്താണ്? മതി. മതി. ക്ലിയർ ആണ്. യെസ്. ഇതാണ് സമുദ്രങ്ങളെ, സമുദ്രങ്ങളെയും വൻകരകളെയും സൂചിപ്പിക്കുന്ന ലോകഭൂപടം. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എല്ലാ വൻകരകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെ? ഏറ്റവും താഴെയായി അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയില് മനുഷ്യവാസമില്ല. അന്റാർട്ടിക്കയില് മനുഷ്യവാസമില്ല. എന്നാൽ അവിടെ പര്യവേഷണത്തിന് വേണ്ടിയിട്ട് ഒത്തിരി രാജ്യത്തെ ജനങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ നോക്കിയേ,
ഓസ്ട്രേലിയ ഉണ്ട്. ഏഷ്യ വൻകര, യൂറോപ്പ്, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക. പിന്നെ ഏറ്റവും മുകളിലായി ആർട്ടിക് സമുദ്രവും. ഈ വടക്കേ അമേരിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നീ വൻകരകൾ 15-ാം നൂറ്റാണ്ട് വരെ ആർക്കും അറിയില്ലായിരുന്നു. അറിയാവുന്നത് യൂറോപ്പ് ലോകത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുവെന്നും ലോകത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഏഷ്യ എന്നും, അതുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളെ ഈസ്റ്റേൺ കൺട്രീസ് എന്നും യൂറോപ്യൻ രാജ്യങ്ങളെ വെസ്റ്റേൺ കൺട്രീസ് എന്നുമാണ് നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത്. റോമൻ സാമ്രാജ്യം ഭരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ആ, രണ്ടാമത്തെ ചാപ്റ്റർ 6-ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് യൂറോപ്യന്മാര് ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് എത്തുന്നതിന് വേണ്ടിയിട്ട് സമുദ്ര പരിവേഷണം ആരംഭിച്ചു. ആ സമുദ്ര പരിവേഷണം കൊണ്ടെത്തിച്ചത് പുത്തൻ വൻകരകളുടെ കണ്ടുപിടുത്തത്തിലേക്ക്, അല്ലെ? നമുക്ക് ഓരോ വൻകരകളുടെയും ചില അടിസ്ഥാന വസ്തുതകൾ നമുക്ക് പഠിച്ചുറപ്പിക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഏഷ്യ വൻകരയാണ്. ലോകത്തെ ഏറ്റവും വലിയ വൻകര, വലുപ്പത്തിൽ 1-ാം സ്ഥാനത്തുള്ള വൻകരയാണ് ഏഷ്യ വൻകര. ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ആകെ കരഭാഗത്തിന്റെ, അതായത് വൻകരകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മൂന്നിലൊന്നും, അതായത് 1/3 ഭാഗവും ഏഷ്യ വൻകരയാണ്. ഓക്കെ, അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ആകെ കരഭാഗങ്ങളിൽ 1/3 ഏഷ്യ വൻകരയാണെന്ന വസ്തുത. ഭൂമിയുടെ ആകെ എത്ര ഭാഗമാണ് കരയെന്ന് പറയുക? 29%. ആകെ ഭൂമിയുടെ 71% സമുദ്രമാണ്. 71% സമുദ്രമാണ്. 29% മാത്രമേ എന്തുള്ളൂ? കരഭൂമിയുള്ളൂ. ആ കരഭൂമിയുടെ 1/3 ഭാഗവും ഏഷ്യ വൻകരയാണെന്നാണ് വസ്തുത, അല്ലെ? ഏഷ്യ നമ്മൾ വൻകര നോക്കുമ്പോൾ ആ വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും പോവാം. ഏഷ്യയുടെ ഏത് ഭാഗത്താണ് കര അതിർത്തി ഉള്ളത്? നമുക്ക് ഭൂപടത്തിലേക്ക് ഒന്നുകൂടെ പോയിട്ട് വന്നാലോ? യെസ്, നോക്കിയേ, ഏഷ്യ വൻകരയുണ്ട്. നമ്മൾ സാധാരണ മാപ്പ് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ നോർത്ത് ആയിരിക്കും, അല്ലെ? അല്ലേടാ? ആ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്, വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രമുണ്ട്, കിഴക്ക് ഭാഗത്ത് പസഫിക് സമുദ്രമുണ്ട്. പക്ഷെ പടിഞ്ഞാറ് ഭാഗത്ത് യൂറോപ്പ് എന്ന വൻകരയിൽ, അല്ലേ? അല്ലേ? കുറച്ച് ഭാഗം ആഫ്രിക്കയോട് ചേർന്ന് കിടപ്പുണ്ട്, എങ്കിലും അവിടെ കടലിടുക്കാണ്, അതുകൊണ്ട് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏഷ്യ വൻകരയുമായി ചേർന്ന് കിടക്കുന്ന കരഭൂമി എന്ന് പറയുന്നത് യൂറോപ്പ് വൻകരയാണ്, ആണേ? അതെ. അപ്പൊ ഏഷ്യ ഏത് ഭാഗത്താണ് കര അതിർത്തിയുള്ളത്? ഏഷ്യയുടെ ഏത് ഭാഗത്താണ് കര അതിർത്തിയുള്ളത്? പടിഞ്ഞാറ് ഭാഗത്ത്, അല്ലെ? പടിഞ്ഞാറ് ഭാഗത്താണ് കര അതിർത്തിയുള്ളത്. ഈ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറാൽ പർവ്വതനിരയാണ്, യൂറാൽ പർവ്വതനിരയാണ് ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. യൂറാൽ പർവ്വതനിരയാണ് എന്തിനേക്ക് തമ്മിൽ വേർതിരിക്കുക? എന്തിനേക്ക് തമ്മിൽ വേർതിരിക്കുക? ഏഷ്യയെയും യൂറോപ്പ് എന്നീ വൻകരകളെ തമ്മിൽ വേർതിരിക്കുക. ഇമ്പോർട്ടന്റ് ആണേ, മറക്കരുത്, വളരെ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോ ഏഷ്യ, യൂറോപ്പ് എന്നീ വൻകരകളെ തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? യൂറാൽ പർവ്വതനിര. ഇനി ഏഷ്യയിലെ ഭൂപ്രകൃതി വിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? യെസ്, അപ്പൊ യൂറാൽ പർവ്വതനിര വളരെ പ്രാധാന്യമുണ്ട്. എന്താ പ്രത്യേകത? ഏഷ്യ വൻകരയെയും യൂറോപ്പ് വൻകരയും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യൂറാൽ പർവ്വതനിര എന്ന പേരിൽ അറിയപ്പെടുക. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. ആ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ വൻകരയിലെ ഹിമാലയ പർവ്വതത്തിലാണ്. ഓക്കെ, അപ്പൊ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് എന്ന് പറയുക. ആ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഷ്യ വൻകരയിലെ ഹിമാലയ പർവ്വതത്തിലാണ്. നമുക്ക് നോക്കാം, ഹിമാലയ പർവ്വതത്തിന്റെയും മറ്റു പർവ്വതങ്ങളുടെയും സ്ഥാനമൊക്കെ നമുക്കറിയാം. ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും ഏകദേശം ബോർഡറിലാണ് നമുക്ക് കണക്കാക്കാം, അല്ലെ? ദാ ഈ ഒരു പൊസിഷനിലാണ് എന്ത് കാണപ്പെടുക?
ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുക. ആ ഹിമാലയ പർവ്വതത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുക? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുക. ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി എന്ന് പറയുക. ശരിയാണേ. ആ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ വൻകരയിലാണ്. അതുപോലെ ഓരോ വൻകരകളിലെയും ഉയരം കൂടിയ കൊടുമുടിയുണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് എൽബ്രൂസ് ആണ്. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് എൽബ്രൂസ്. മൗണ്ട് എൽബ്രൂസ് എന്നാണ് അറിയപ്പെടുക. മൗണ്ട് എൽബ്രൂസ്. ഇനി വടക്കേ അമേരിക്കയില്, നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് മക്കൻലി. മൗണ്ട് മക്കൻലി. മൗണ്ട് മക്കൻലി. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് അക്കൻകാഗു. അക്കൻകാഗു. ഇനി ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് കോസിയസ്കോ. മൗണ്ട് കോസിയസ്കോ. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? ഏ അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് വിൻസൻ മാസിഫ്. വിൻസൻ മാസിഫ് ആണ്. പിന്നെ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് കിളിമാഞ്ചാരോ. നമ്മൾ തുടർന്ന് പഠിക്കും. എങ്കിലും ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. ഒരുമിച്ചാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാലോ. ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും കേട്ടോ. അപ്പൊ യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇതൊക്കെ കൊടുമുടിയാണ് എന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. ഓരോ വൻകരയിലും പർവ്വതങ്ങളുണ്ട്. അതോടൊപ്പം ആ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന കൊടുമുടിയാണ് നമ്മളിവിടെ പഠിച്ചത്. കാരണം സംശയം ഉണ്ടാവരുത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കൂടിയ കൊടുമുടി എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതത്തിലാണ്. യൂറോപ്പിലെ ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എൽബ്രൂസ് ആണ്. മൗണ്ട് എൽബ്രൂസ്. എൽബ്രൂസ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് മെക്കൻലി. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് അക്കോൻകാഗോ. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കോസിയസ്കോ. അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി വിൻസൻ മാസിഫ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് കിളിമാഞ്ചാരോ. ഓക്കെ. യെസ്. നമ്മൾ ബാക്കി വൻകരകൾ പോകുമ്പോൾ ഇത് പഠിക്കും. എങ്കിലും ഒരുമിച്ചൊന്ന് തന്നു എന്ന് മാത്രം കേട്ടോ. ഇനി പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമികള്, സമതലങ്ങള്, പീഠഭൂമികൾ എന്നിവയും ഏഷ്യയുടെ ഭൂപ്രകൃതി സവിശേഷത വർദ്ധിപ്പിക്കുന്നുണ്ട്. ധാരാളം നദികളും ഏഷ്യയിലൂടെ ഒഴുകുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി എന്ന് പറയുന്നത് യാങ്സി നദിയാണ്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി എന്ന് പറയുന്നത് യാങ്സി നദിയാണ്. ഈ യാങ്സി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? യാങ്സി എന്ന നദി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അറിയാമോ? ചൈനയിലാണ്. അപ്പോ ഏഷ്യ വൻകരയിലെ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ്. ആ ചൈന എന്ന ഏറ്റവും വലിയ രാജ്യത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? യാങ്സി നദി സ്ഥിതി ചെയ്യുന്നത്. ഈ യാങ്സി നദിയിലാണ് ലോകത്തെ ഏറ്റവും വലിയ മണ്ണ് നിർമ്മിത അണക്കെട്ട് ത്രിഗോർജസ് സ്ഥിതി ചെയ്യുന്നത്. അറിയാമോ? ഏഷ്യ വൻകരയിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് യാങ്സി നദിയാണെന്ന് ഞാൻ പറഞ്ഞു. ആ യാങ്സി നദിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുക? ലോകത്തെ ഏറ്റവും വലിയ മണ്ണ് നിർമ്മിത അണക്കെട്ടായ ത്രിഗോർജസ് സ്ഥിതി ചെയ്യുക. അതുകൂടെ മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ. അപ്പൊ ഈ സ്ലൈഡ് ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതത്തിലെ ഏഷ്യ വൻകരയിലാണ്. മറ്റ് വൻകരകളിലെ ഏറ്റവും വലിയ കൊടുമുടികൾ പരിചയപ്പെടാം. യൂറോപ്പിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് എൽബ്രൂസ് ആണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് മക്കൻലി ആണ്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് അക്കൻകാഗോ. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് കോസിയസ്കോ. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് വിൻസൻ മാസിഫ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് കിളിമാഞ്ചാരോ. ഓക്കെ. ഏഷ്യ വൻകരയിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് യാങ്സി നദിയാണ്. യാങ്സി നദി സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ മണ്ണ് നിർമ്മിത അണക്കെട്ട് ത്രിഗോർജസ് സ്ഥിതി ചെയ്യുന്നത് യാങ്സി നദിക്ക് കുറുകെയാണ്. ഓക്കെ. ഇനി ചൈനയിലെ മറ്റൊരു നദി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഹൊയാങ്ഹോ നദിക്കരയിലാണ്. അല്ലെ? ഹൊയാങ്ഹോ നദിക്കരയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണേ? യെസ്. ആ ഹൊയാങ്ഹോ നദിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ചൈനയുടെ ദുഃഖമെന്നും ചൈനീസ് സംസ്കാരത്തിന്റെ കളിത്തോട്ടൽ എന്നും വിളിക്കുക. മഞ്ഞ നദി സ്ഥിതി ചെയ്യുന്നത്, മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഈ ഹൊയാങ്ഹോ നദിയാണ്. കേട്ടോ. യാങ്സി നദി ഏഷ്യ വൻകരയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്.
ചൈനയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ചൈനീസ് സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്നും മഞ്ഞ നദി എന്നും അറിയപ്പെടുന്നത് അത് ഹയാങ്ഹോ നദിയാണ്. നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇനി അടുത്ത് പറയുന്നു മരുഭൂമികൾ. ഏഷ്യ വൻകരയിലെ മരുഭൂമികളെ പരിചയപ്പെടാം. അതിനു മുമ്പ് എന്താണ് മരുഭൂമി എന്ന് നമുക്ക് നോക്കാം. വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ടതും വിശാലവുമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ എന്ന് പറയുക. ഇവയില് അത്യുഷ്ണം അനുഭവപ്പെടുന്നവ ഉഷ്ണ മരുഭൂമികളെന്നും രാത്രികാലത്ത് അതിശൈത്യം അനുഭവപ്പെടുന്നവയെ ശീത മരുഭൂമി എന്നും വിളിക്കാം. ഓക്കെ, പകൽ സമയത്ത് എന്തായാലും ശീത മരുഭൂമിയിൽ ചൂടായിരിക്കും. രാത്രിയിൽ അതിശൈത്യം അനുഭവപ്പെടുന്നതിനെ നമുക്ക് ശൈത്യ മരുഭൂമി എന്ന് വിളിക്കാം. അപ്പൊ മറക്കരുത്, വളരെ കുറച്ച് മാത്രം ലഭിക്കുന്ന വരണ്ട ഭൂപ്രദേശങ്ങളാണ് മരുഭൂമി. 6ാം ക്ലാസ്സിൽ നമ്മൾ മരുഭൂമിയുടെ ഡെഫിനിഷൻ അത്രേ പറയുള്ളൂ. വളരെ കുറച്ച് മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങൾ. പക്ഷെ യഥാർത്ഥത്തില് മരുഭൂമി, ഒരു ഭൂപ്രദേശത്തെ മരുഭൂമി എന്ന് വിളിക്കണമെങ്കിൽ പരമാവധി എത്ര മഴ വരെ ലഭിക്കാം? അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ എത്ര മഴയെങ്കിലും ലഭിക്കണം? മഴയുടെ അളവെന്താണ്? ഒരു ഭൂപ്രദേശത്തെ മരുഭൂമി എന്ന് നിശ്ചയിക്കുന്നത് അവിടെ ലഭിക്കുന്ന മഴയുടെ അടിസ്ഥാനത്തിലാണ്. എന്താണ് മഴയുടെ അളവ്? PS ചോദിച്ചിട്ടുണ്ട്. പരമാവധി വാർഷിക വർഷപാതം 25 സെന്റിമീറ്റർ അഥവാ 250 മില്ലിമീറ്ററോ അതിൽ കുറവോ മഴ ലഭിക്കുന്ന ഭൂപ്രദേശങ്ങളെയാണ് നമ്മള് തരിശ് ഭൂമി എന്ന് വിളിക്കുക. ഈ തരിശ് ഭൂമികൾ പിൽക്കാലത്ത് ഒട്ടനവധി വർഷങ്ങൾ കഴിയുമ്പോൾ പതിയെ പതിയെ എന്തായിട്ട് മാറും? മരുഭൂമിയായി മാറ്റപ്പെടും. അപ്പൊ തരിശുഭൂമി അഥവാ മരുഭൂമി എന്ന് വിളിക്കണമെങ്കിൽ ആ ഭൂപ്രദേശത്തെ വാർഷിക വർഷപാതം 25 സെന്റിമീറ്റർ അഥവാ 250 മില്ലിമീറ്ററിനേക്കാൾ കുറവായിരിക്കും. നമ്മൾ ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പഠിക്കും. എങ്കിലും നിങ്ങൾ ഇപ്പൊ തന്നെ കൃത്യമായി മനസ്സിലാക്കി വെക്കാം. അപ്പൊ മരുഭൂമി എന്ന് വിളിക്കണമെങ്കിൽ വാർഷിക വർഷപാതം 25 സെന്റിമീറ്ററിനേക്കാൾ കുറവായിരിക്കും. തരിശുഭൂമി എന്ന് വിളിക്കണമെങ്കിലും വാർഷിക വർഷപാതം 25 സെന്റിമീറ്ററിൽ കുറവായിരിക്കും. ഇനി അർദ്ധ തരിശുഭൂമി എന്നാണ് ചോദ്യമെങ്കിലോ? അർദ്ധ തരിശുഭൂമിയാണെങ്കിൽ അവിടത്തെ വാർഷിക വർഷപാതം 25 സെന്റിമീറ്ററിനും 50 സെന്റിമീറ്ററിനും ഇടയിലായിരിക്കും. 25 സെന്റിമീറ്റർ മുതൽ 50 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന ഭൂപ്രദേശമാണെങ്കിൽ നമ്മൾ അതിനെ അർദ്ധ തരിശുഭൂമി എന്ന് വിളിക്കും. 25 സെന്റിമീറ്റർ വരെയാണ് വാർഷിക വർഷപാതം ലഭിക്കുന്നതെങ്കിൽ തരിശുഭൂമി അഥവാ മരുഭൂമി എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ഏതെങ്കിലും ഒരു വർഷത്തെ മഴയാണോ കണക്കാക്കുക? ഇല്ല. നമ്മൾ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അവസാനത്തെ 30 വർഷമാണ് കണക്കാക്കുക. അവസാനത്തെ 30 വർഷം. അപ്പൊ കഴിഞ്ഞ 30 വർഷത്തെ ശരാശരി എടുത്താൽ വാർഷിക വർഷപാതം 25 സെന്റിമീറ്ററിൽ കുറവാണെങ്കിൽ അത് തരിശുഭൂമിയാണ്. 25 മുതൽ 50 സെന്റിമീറ്റർ വരെയാണ് മഴ ലഭിക്കുന്നതെങ്കിൽ അത് അർദ്ധ തരിശുഭൂമിയായിരിക്കും. ഈ തരിശുഭൂമികളാണ് പിൽക്കാലത്ത് എന്തായിട്ട് മാറുക? മരുഭൂമികളായിട്ട് മാറുക. അല്ലെ? നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ മരുഭൂമികൾ വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ എന്ന് പറയുക. മരുഭൂമിയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നവ ഉഷ്ണ മരുഭൂമികളാണ്. അതിശൈത്യം അനുഭവപ്പെടുന്ന ശീത മരുഭൂമികളാണ്. മിക്കവാറും എല്ലാ വൻകരകളിലും എന്തുണ്ട്? മരുഭൂമികളുണ്ട്. പക്ഷെ ഓസ്ട്രേലിയ വൻകരയിൽ മാത്രം എന്തില്ല? മരുഭൂമി ഇല്ല. കേട്ടോ? ഓസ്ട്രേലിയ വൻകരയിൽ മരുഭൂമി ഇല്ല. ഇനി നമ്മൾ വൻകരകൾ എടുക്കുമ്പോൾ ഈ മരുഭൂമികൾ കാണപ്പെടുന്നത് വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. മരുഭൂമികൾ സ്വാഭാവികമായിട്ട് എവിടെ കാണപ്പെടുക? വൻകരകളുടെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും എന്ത് കാണപ്പെടുക? മരുഭൂമികൾ പൊതുവായി കാണപ്പെടാറ്. ഓക്കെ, നമ്മൾ പൊതുവായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും സാധാരണ എന്ത് കാണപ്പെടുക? മരുഭൂമികൾ കാണപ്പെടുക. അതെപ്പോഴും മനസ്സിലുണ്ടാവട്ടെ. അത് വെച്ചിട്ട് നമുക്ക് ഗസ് ചെയ്ത് ഒരുപാട് ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകാനായിട്ട് കഴിയും. ഓക്കെ, യെസ്. അടുത്ത നമുക്ക് നോക്കാം സമതലങ്ങൾ. ഏറെക്കുറെ നിരപ്പായ വിശാലമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. മിക്കവാറും നദിയുടെ നിക്ഷേപ പ്രവൃത്തി മൂലം രൂപം കൊള്ളുന്ന എക്കലായിരിക്കും ഈ സമതലങ്ങളായിട്ട് മാറുക. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവ ഫലപുഷ്ടമാണ്. ഈ ഫലപുഷ്ടമായ നദീ സമതലങ്ങളിലാണ് ആദ്യകാലത്ത് മാനവരാശി എന്ത് ചെയ്തത്? കൃഷിക്ക് തുടക്കം കുറിച്ചത്. ആ കൃഷിക്ക് തുടക്കം കുറിച്ച് നഗരവൽക്കരണത്തിലേക്ക് കടന്നതും ഈ സമതലങ്ങളിൽ തന്നെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്കൽ സമതലം എന്ന് പറയുന്നത് ഉത്തര മഹാസമുദ്രമാണ്. ഗംഗയുടെയും പോഷക നദികളുടെയും തീരപ്രദേശം. അതാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക മേഖലയും. അതെ, യെസ്. പീഠഭൂമികൾ.
ഒരു അത്യാവശ്യം സമതലമായ ഒരു ഭൂപ്രദേശം. ആ ഭൂപ്രദേശത്ത് കുന്നിന് സമാനമായ ഒരു ഉയരം കൂടിയ ഭൂപ്രദേശം. അതിനു മുകളിൽ നിരപ്പായ ഭൂപ്രദേശം. ഇതിനെയാണ് നമ്മൾ പീഠഭൂമികൾ എന്ന് വിളിക്കുക. അപ്പൊ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വേറിട്ട് ഉയർന്നു നിൽക്കുന്നതും അതിന്റെ മുകൾ ഭാഗം താരതമ്യേന നിരപ്പായ ഭൂപ്രദേശമാണെങ്കിൽ അതിനെ നമുക്ക് പീഠഭൂമി എന്ന് വിളിക്കാം. ഓക്കെ. പീഠം, സ്റ്റൂള് അല്ലെ? ഒരു പീഠം, ഒരു സമതല പ്രദേശമുണ്ട്. അതിനേക്കാൾ ഉയരം കൂടിയ ഭൂപ്രദേശം. ആ ഉയരം കൂടിയ ഭൂപ്രദേശത്തിന് മുകളിൽ സമതലമാണ് എങ്കിൽ ആ ഭൂപ്രദേശത്തെ ആ മുകൾ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആ മുകൾ ഭാഗത്തെയാണ് എന്തെന്ന് വിളിക്കുക? പീഠഭൂമി എന്ന് വിളിക്കുക. ആ മുകൾ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പീഠഭൂമികൾ എന്ന് വിളിക്കുക. മനസ്സിലായോ? ഓക്കെ. നമുക്കറിയാം ആ, ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പാമീർ പീഠഭൂമി അല്ലെ? അല്ലെ? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമീർ പീഠഭൂമി എന്ന് പറയുക. യെസ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മറന്നുപോകരുത്. ഓക്കെ. പീഠഭൂമികൾ ഏഷ്യാവൻകരയിൽ കാണപ്പെടുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ പാമീർ പീഠഭൂമി. ഇനി അടുത്ത് പറയുന്നു, ഏഷ്യയിലെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ 6 ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ? 3 പേര് നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത നമ്മൾ പറയണം. മറ്റു 3 പേരും അതിന്റെ പ്രത്യേകതയും തന്നിട്ടുണ്ട്. നോക്കിയേ, ലഡാക്ക് അത് ശീതമരുഭൂമി എന്ന് നമ്മൾ അതിനെ വിളിക്കും. ലഡാക്കിനെ ശീതമരുഭൂമി എന്ന് വിളിക്കുന്നു. യാങ്സി അത് താഴ്വരയാണ്. യാങ്സി നദിയുടെ താഴ്വരയാണ്. പിന്നെ ഡെക്കാൻ, ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ എന്ന് പറയുന്നത് പീഠഭൂമിയാണ്. ഇന്ത്യ എന്ന രാജ്യത്തിനകത്താണ് ഡെക്കാൻ പീഠഭൂമി കാണപ്പെടുക അല്ലെ? നമുക്കറിയാം. അപ്പൊ യാങ്സി താഴ്വര, ഈ യാങ്സി താഴ്വര ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ താഴ്വര ഇല്ലായിരുന്നു. ഈ പിക്ചർ നിങ്ങൾക്ക് കാണാമല്ലോ, താഴ്വര ഇല്ലായിരുന്നുവെന്നും ഈ 2 ഭാഗത്തും കാണപ്പെടുന്ന മലനിരകൾ ചേർന്ന ഒരൊറ്റ മലനിരയായിരുന്നുവെന്നും അവിടെ ഹിമാനികളുടെ സഞ്ചാരത്തിന്റെ ഫലമായി ഒരു യു ആകൃതിയിൽ താഴ്വര സൃഷ്ടിക്കപ്പെട്ടുവെന്നും യു ആകൃതിയിൽ താഴ്വര സൃഷ്ടിക്കപ്പെട്ടുവെന്നും ആ യു ആകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട താഴ്വരയിലൂടെ തുടർന്ന് നദി ഒഴുകിയെന്നും ആ നദിയാണ് യാങ്സി നദി എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് യാങ്സി നദി, നമ്മൾ തൊട്ടുമ്പ് യാങ്സി നദി പഠിച്ചു അല്ലെ? യാങ്സി താഴ്വര എന്ന് വിളിക്കുക. മനസ്സിലായോ? യാങ്സി താഴ്വര എന്ന് വിളിക്കുക. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ യാങ്സി നദി ഏഷ്യ വൻകരയിൽ ഏറ്റവും വലിയ നദി എന്ന് ഞാൻ പറഞ്ഞു. അത് ഒഴുകുന്നത് ചൈനയിലാണെന്ന് പറഞ്ഞു. ആ നദി ചൈനയിൽ ഒഴുകി തുടങ്ങിയപ്പോൾ ആ ഒരു ഉത്ഭവ സ്ഥാനത്തെ യാങ്സി താഴ്വര എന്നാണ് വിളിക്കുക. ഓക്കെ. യു ആകൃതിയിലുള്ള താഴ്വരയാണ്. ഹിമാനിയുടെ സഞ്ചാരത്തിന്റെ ഫലമായി രൂപപ്പെട്ട താഴ്വരയാണ് എന്താ? യാങ്സി താഴ്വര എന്ന് പറയുക. ഹിമാനികളുടെ സഞ്ചാരത്തിന്റെ ഫലമായി. ലഡാക്ക് പീഠഭൂമി നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ സോറി, ലഡാക്ക് ശീതമരുഭൂമി, അവിടെ ഉയരം കൂടിയ ഭൂപ്രദേശമാണ്. എപ്പോഴും മഞ്ഞുവീഴ്ചയുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് അതിനെ ശീതമരുഭൂമി എന്ന് വിളിക്കുക. ഡക്കാൻ പീഠഭൂമി. ഇനി ഹിമാലയം എന്ന് പറയുന്നത് എന്താണോ? ഹിമാലയം എന്ന് പറയുന്നത് പർവ്വതമാണ്. ഹിമാലയ പർവ്വതത്തിലെ കൊടുമുടിയാണ് എവറസ്റ്റ്. മഞ്ചൂരിയൻ എന്ന് പറയുന്നത് എന്താണ്? മഞ്ചൂരിയൻ എന്ന് പറയുന്നത് എന്താണടാ? പുൽമേടാണ് അല്ലെ? മഞ്ചൂരിയൻ എന്ന് പറയുന്നത് എന്താണ്? പുൽമേടാണ്. മഞ്ചൂരിയൻ പുൽമേട്. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. മാഞ്ചു രാജവംശം ഭരിച്ചിരുന്നത് എവിടെയാ? ചൈനയിലല്ലേ? അത് വെച്ചില്ലെങ്കിൽ മഞ്ചൂരിയൻ പുൽമേട്. മഞ്ചൂരിയൻ പുൽമേട് എവിടെയാണ് സ്ഥിതി ചെയ്യുക? ചൈനയിലാണ്. മാഞ്ചു രാജവംശം ഭരിച്ചിരുന്ന സ്ഥലം. ഓക്കെ, മഞ്ചൂരിയൻ പുൽമേട്. ഇനി താർ മരുഭൂമി. താർ മരുഭൂമി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്ക് തന്നെ. അവിടെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ ഹിമാലയ പർവ്വതമാണ്. മഞ്ചൂരിയൻ പുൽമേട് ചൈനയിലാണ് സ്ഥിതി ചെയ്യുക. താർ മരുഭൂമി, പിന്നെ ലഡാക്ക് ശീതമരുഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു. യാങ്സി താഴ്വര, യാങ്സി നദി ഒഴുകുന്ന ഭൂപ്രദേശം, ഡക്കാൻ പീഠഭൂമി. താർ മരുഭൂമി നിങ്ങൾക്കേറെ പരിചിതമാണ് അല്ലെ? താർ മരുഭൂമി ഏത് രാജ്യത്താണ്? ഇന്ത്യയിലാണ്. താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഈ താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലായതുകൊണ്ട് അതിനെ രാജസ്ഥാൻ മരുഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു അല്ലെ? താർ മരുഭൂമി ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുക. ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലാണ് എന്നതുകൊണ്ട് രാജസ്ഥാൻ മരുഭൂമി എന്ന് വിളിക്കുന്നു. എന്നാൽ രാജസ്ഥാനിൽ മാത്രമാണോ? അല്ല, ഗുജറാത്തിലെ ചെറിയൊരു ഭാഗത്തുണ്ട്. പിന്നെ
പഞ്ചാബിലെ ചെറിയൊരു ഭാഗത്തുണ്ട്, ഹരിയാനയിലെ ചെറിയൊരു ഭാഗത്തും ഉണ്ട്. പക്ഷെ താർ മരുഭൂമിയുടെ ഭൂരിഭാഗം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഈ രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന 2 തടാകങ്ങളുണ്ട്. ലവണ തടാകങ്ങളാണ്. സാംഭാർ തടാകം, സാംഭാർ തടാകം കൂടാതെ ദിദ്വാന തടാകം. സാംഭാർ തടാകവും ദിദ്വാന തടാകവും കാണപ്പെടുന്നത് എവിടെയാണ്? ഈ താർ മരുഭൂമിയിൽ തന്നെയാണ്. താർ മരുഭൂമി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാമോ? നമ്മൾ 1956 ശേഷമുള്ള ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ശാസ്ത്ര സാങ്കേതിക മേഖല പഠിക്കുമ്പോൾ അവിടെ ആണവ പരീക്ഷണത്തെ കുറിച്ച് പറയാറുണ്ട് അല്ലെ? ഇന്ത്യയുടെ ആണവ പരീക്ഷണ കേന്ദ്രമായ പൊക്രാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ താർ മരുഭൂമിയിൽ തന്നെ അല്ലെ? അപ്പോ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കാറുണ്ട്? ദ ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണേ? അപ്പൊ ഇന്ത്യയുമായി ബന്ധപ്പെട്ടതായത് കൊണ്ടാണ് ഞാൻ താർ മരുഭൂമി കുറച്ച് പ്രാധാന്യത്തോടെ പറഞ്ഞത്. മഞ്ചൂരിയൻ പുൽമേട് എവിടെയാണ് സ്ഥിതി ചെയ്യുക? ചൈനയിലാണ് സ്ഥിതി ചെയ്യുക. ചൈനയിലാണ് സ്ഥിതി ചെയ്യുക. ഹിമാലയ പർവ്വതം ഇന്ത്യയുടെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തിയായിട്ടാണ് ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുക. ലഡാക്ക് നമുക്കറിയാം, ശീത മരുഭൂമി എന്നറിയപ്പെടുന്ന ലഡാക്ക് ഇന്ത്യയിലാണ്. യാങ്സി താഴ്വര ചൈനയിലാണ് സ്ഥിതി ചെയ്യുക. ഡക്കാൻ പീഠഭൂമി ഇന്ത്യയിൽ തന്നെയാണ്. ഓക്കെ അല്ലേ? ഗുഡ്. അടുത്ത് നമുക്ക് പഠിക്കാം ഏഷ്യ വൻകരയിലെ കാലാവസ്ഥ. ഭൂപ്രകൃതിയെ പോലെ തന്നെ വൈവിധ്യമായ കാലാവസ്ഥയാണ് ഏഷ്യയിലുള്ളത്. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴും കാലാവസ്ഥ എന്ന് കണക്കാക്കുന്നത് അവസാനത്തെ 30 വർഷത്തെ ശരാശരിയായിരിക്കും. ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതലായിരിക്കും. സമുദ്ര സമീപമുള്ളതിനാൽ കിഴക്ക് ഭാഗത്ത് മിതമായ ചൂടും മിതമായ തണുപ്പും. ഭൂമധ്യരേഖ പ്രദേശമായതിനാൽ തെക്ക് ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ്. ചൂട് കൂടിക്കഴിഞ്ഞാൽ മഴ പെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതെ, നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ എപ്പോഴും പഠിക്കുന്ന കാര്യമാണ്. അന്തരീക്ഷ താപനില വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവിടെ ബാഷ്പീകരണ തോത് കൂടും. ബാഷ്പീകരണ തോത് കൂടിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലെത്തുന്ന ജലകണങ്ങളുടെ അളവ് വർദ്ധിക്കും. അന്തരീക്ഷത്തിൽ ആർദ്രത വർദ്ധിക്കും. അന്തരീക്ഷം 100% ജലഗണങ്ങൾ ഉൾപ്പെടുന്ന അവസ്ഥയാണ് സാച്ചുറേഷൻ ലെവൽ എന്നറിയപ്പെടുക. ഈ സാച്ചുറേഷൻ ലെവൽ വരെ അവിടെ ഈ നീരാവി കാരണം മേഘ രൂപീകരണം നടക്കും. സാച്ചുറേഷൻ ലെവൽ എത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വീണ്ടും നീരാവി എത്തിക്കഴിഞ്ഞാൽ ആ നീരാവി കാരണം അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുകയും ആ ചൂടിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുകയും ചെയ്യും? ആ മേഘങ്ങൾ മഴയായി പെയ്തിറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ ഒരു പരിധിക്കപ്പുറം ചൂട് കൂടിക്കഴിഞ്ഞാൽ അവിടെ മഴ പെയ്യും. ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അന്തരീക്ഷ മർദ്ദം കുറയും, ന്യൂനമർദ്ദം രൂപം കൊള്ളും. അതുകൊണ്ട് നിങ്ങൾ വാർത്തകൾ കേൾക്കുക, ന്യൂനമർദ്ദം രൂപം കൊണ്ടു, അതുകൊണ്ട് അതിശക്തമായ മഴ പെയ്യാനും അതിശക്തമായ കാറ്റ് വീശിയടിക്കാനും സാധ്യതയുണ്ട് അല്ലെ? സ്ഥിരം കേൾക്കുന്ന. അപ്പോൾ ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂട് കൂടുതലാണ്, അതുകൊണ്ട് ബാഷ്പീകരണത്തോത് കൂടുതലായിരിക്കും, അതുകൊണ്ട് മഴ പെയ്യും. അപ്പോൾ ധ്രുവീയ പ്രദേശങ്ങളിൽ അവിടെ ബാഷ്പീകരണത്തോത് കൂടുതലായിരിക്കുമോ? ഇല്ല, ബാഷ്പീകരണത്തോത് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ചൂട് കുറവായിരിക്കും, അപ്പോൾ മഴയുടെ അളവും കുറവായിരിക്കും. ഓക്കെ, തണുപ്പുണ്ടെങ്കിൽ മർദ്ദം കൂടുതലാണ്, ഇവിടെ മഴ കുറവായിരിക്കും. ചൂടാണെങ്കിൽ അവിടെ മർദ്ദം കുറവാണ്, അവിടെ ഉറപ്പായിട്ടും ബാഷ്പീകരണത്തോത് കൂടുതലായിരിക്കും, മഴ പെയ്യുകയും ചെയ്യും. ബേസിക് ഐഡിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗം ഭൂമധ്യരേഖ പ്രദേശമായതിനാൽ ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ്. മരുഭൂപ്രദേശമായ പടിഞ്ഞാറ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഏതൊരു വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും എന്തുണ്ടാവുക? മരുഭൂമികൾ ഉണ്ടാവുക. മരുപ്രദേശമായ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലും. അപ്പോൾ ഏഷ്യയുടെ കാലാവസ്ഥ തെക്ക് ഭാഗം ഭൂമധ്യരേഖ പ്രദേശമായതുകൊണ്ട് അതിശക്തമായ മഴ കിട്ടുന്ന ഭൂപ്രദേശമാണ്. കിഴക്ക് ഭാഗം സമുദ്ര സാമീപ്യമുണ്ട്, അതുകൊണ്ട് മിതമായ ചൂടും മിതമായ തണുപ്പുമാണ്. വടക്ക് ഭാഗത്ത് ധ്രുവപ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തണുപ്പാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ചൂട് കൂടുതലാണ്. മരുപ്പ് ഭൂപ്രദേശം, മരുഭൂമികൾ കാണപ്പെടുന്നതും പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ. നോക്കിയേ, ഏഷ്യ വൻകരയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു 3 സ്ഥലങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ. ഏഷ്യ വൻകരയുടെ വടക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഭൂപ്രദേശമാണ് സൈബീരിയ. അതിശൈത്യം അനുഭവപ്പെടുന്ന ഭൂപ്രദേശമാണ് വടക്ക് ഭാഗമായി സൈബീരിയയിൽ. പടിഞ്ഞാറ് ഭാഗം അറേബ്യൻ മരുഭൂമിയാണ്, അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഭൂപ്രദേശം. അറേബ്യൻ മരുഭൂമി, അത്യുഷ്ണം അനുഭവപ്പെടുന്ന ഭൂപ്രദേശം. മൗസൻഡ്രം, ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഭൂപ്രദേശമാണ് ഏഷ്യ വൻകരയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത്. മൗസൻഡ്രം ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഭൂപ്രദേശമാണ് മൗസൻഡ്രം. അത് ഇന്ത്യയിൽ തന്നെയാണ് അല്ലെ? നിങ്ങൾക്കറിയാം. അപ്പോൾ സൈബീരിയ ഏഷ്യ വൻകരയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. PSC അതായിരിക്കും ചോദിക്കുക.
സൈബീരിയ, സൈബീരിയൻ കടുവകൾ ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? സൈബീരിയൻ കടുവകളൊക്കെ അറിയാം. അപ്പോ ശൈത്യം അനുഭവപ്പെടുന്ന, അതിശൈത്യം അനുഭവപ്പെടുന്ന രാജ്യമാണ് സൈബീരിയ. ഏഷ്യ വൻകരയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഏഷ്യ വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് അറേബ്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുക, അഥവാ അറേബ്യൻ നാട് സ്ഥിതി ചെയ്യുക. ഓക്കെ അല്ലെ? മൗസൻഡം ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഭൂപ്രദേശം. സസ്യജന്തുജാലങ്ങൾ, ഏഷ്യ വൻകരയിലെ സസ്യജന്തുജാലങ്ങൾ, അത് PSC ചോദിക്കും, ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കും. ഇന്ന വിഭാഗം കാണപ്പെടുന്നത് ഏത് വൻകരയിലാണ്? ഹിമപ്പുലി ഏഷ്യ വൻകരയിൽ കാണപ്പെടുന്നുണ്ട്. നീലക്കുറിഞ്ഞി എന്ന സസ്യം ഏഷ്യ വൻകരയിൽ മാത്രമാണ് കാണപ്പെടുക. റെഫ്ലേഷ്യ, പിന്നെ ചുവന്ന പാണ്ട. ഓക്കെ. കാലാവസ്ഥ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഏഷ്യയിൽ കാണപ്പെടുന്നുണ്ട്. ഹിമപ്പുലി, നീലക്കുറിഞ്ഞി, ചുവന്ന പാണ്ട, റിഫ്ലേഷ്യ എന്നിവ. റിഫ്ലേഷ്യയാണ് കരയുടെ ഏറ്റവും വലിയ പുഷ്പം എന്ന് പറയുന്നത്. പക്ഷെ അത് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിന് ദുർഗന്ധമായതുകൊണ്ട് സാധാരണ വനാന്തരങ്ങളിലാണ് അത് കാണപ്പെടുക. ഇനി മനുഷ്യവാസമുള്ള സ്ഥലത്ത് വിരിഞ്ഞു കഴിഞ്ഞാലും അതെന്ത് ചെയ്യും? പെട്ടെന്ന് നശിപ്പിക്കപ്പെടും. ശരിയല്ലേടാ? നമ്മുടെ വീട്ടിന്റെ അടുത്ത് റിഫ്ലേഷ്യ വിരിഞ്ഞു, ദുർഗന്ധമാണെങ്കിൽ നമ്മൾ അതിനെ നിലനിർത്തോ? ഇല്ല. റിഫ്ലേഷ്യ വനാന്തരത്തിലാണ് കാണപ്പെടുക. വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ചെടിയായിട്ടാണ് റിഫ്ലേഷ്യ ഇപ്പൊ നിലവിൽ കണക്കാക്കുക. ഓക്കെ. അപ്പൊ റിഫ്ലേഷ്യ, ഹിമപ്പുലി, നീലക്കുറിഞ്ഞി, ചുവന്ന പാണ്ട എന്നിവ ഏഷ്യ വൻകരയിലെ സസ്യജന്തുജാലങ്ങളുടെ വൈവിധ്യത്തിന് ഉദാഹരണമാണ്. ജനജീവിതം. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൻകര ഏഷ്യയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൻകര ഏഷ്യയാണ്. ലോക ജനസംഖ്യയുടെ 60% ഏഷ്യ വൻകരയിൽ തന്നെയാണ്. ലോകത്തെ ആകെ ജനസംഖ്യയുടെ 60%-ലധികവും ഏഷ്യയിൽ തന്നെയാണ്. ഏഷ്യയിലെ അടിസ്ഥാന തൊഴിലെന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോ ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുക. ലോകത്ത് ഏറ്റവും അധികം നെല്ലെന്ന ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യ വൻകരയാണ്. വിവിധ സംസ്കാരങ്ങളും മതങ്ങളും ഒക്കെ രൂപം കൊള്ളുന്ന ഒരു വൻകരയാണ് ഏഷ്യ വൻകര. ഏഷ്യ വൻകരയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മതങ്ങൾ രൂപം കൊണ്ടത് ഏഷ്യ വൻകരയാണ്. അതുകൊണ്ട് ഏഷ്യ വൻകരയെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? മതങ്ങളുടെ വൻകര എന്ന് വിളിക്കാറുണ്ട്. ഏഷ്യ വൻകരയെ മതങ്ങളുടെ വൻകര എന്ന് വിളിക്കാറുണ്ട്. മതങ്ങളുടെ വൻകര, ആത്മീയതയുടെ വൻകര, ആത്മീയതയുടെ ആത്മീയതയുടെ വൻകര. ഇപ്പോ ക്രിസ്തുമതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ഷിൻഡോയിസം ആകട്ടെ, സ്വരാഷ്ട്ര മതമായിക്കോട്ടെ, പിന്നെ താവോയിസം ആയിക്കോട്ടെ, കൺഫ്യൂഷ്യനിസം ആയിക്കോട്ടെ, ഹിന്ദുമതമായിക്കോട്ടെ, ബുദ്ധമതമായിക്കോട്ടെ, ജൈനമതമായിക്കോട്ടെ, ഇതൊക്കെ ഏഷ്യ വൻകരയിലാണ്. ധ്രുവപ്രദേശത്തിന് സമാനമായ കാലാവസ്ഥ ഏഷ്യ വൻകരയിലുണ്ട്. അതിശക്തമായ ചൂടുണ്ടോ? ഉണ്ട്. മരുഭൂമിയുണ്ടോ? ഉണ്ട്. മഴയുണ്ടോ? ഉണ്ട്. എല്ലാം കാണപ്പെടുന്ന, എല്ലാത്തരം കാലാവസ്ഥയും കാണപ്പെടുന്ന വൻകരയാണ്. അതുകൊണ്ട് വൈവിധ്യങ്ങളുടെ വൻകര എന്നും ഭൂമിയുടെ ചെറുപതിപ്പെന്നും വിളിക്കാറുണ്ട്. വൈവിധ്യങ്ങളുടെ വൻകര. വൈവിധ്യങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നു. കൂടാതെ ഭൂമിയുടെ ചെറുപതിപ്പ് എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ ചെറുപതിപ്പ് എന്നറിയപ്പെടുന്നു. അപ്പൊ ഭൂമിയുടെ ചെറുപതിപ്പ് എന്നറിയപ്പെടുന്ന വൻകര ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യ വൻകരയാണ്. ലോകത്ത് പർവ്വതനിരകൾ ധാരാളമായി കാണപ്പെടുന്ന വൻകരയാണ്. അതുകൊണ്ട് പർവ്വതങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏഷ്യയാണ്. ലോകത്തെ ഏറ്റവും വലിയ പർവ്വതം എന്ന് പറയുന്നത് ഹിമാലയം അല്ലേ? അല്ലെ? ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഏഷ്യയല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ കരഭൂപ്രദേശമുള്ളത്, കരഭൂമിയുള്ളത് ഏഷ്യയിലല്ലേ? അതുകൊണ്ട് തന്നെ ഏഷ്യയെ പരമാവധികളുടെ പരമാവധികളുടെ വൻകര പരമാവധികളുടെ പരമാവധികളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏഷ്യയാണ്. അപ്പൊ മതങ്ങളുടെ വൻകര, ആത്മീയതയുടെ വൻകര, വൈവിധ്യങ്ങളുടെ വൻകര, ഭൂമിയുടെ ചെറുപതിപ്പ് എന്നറിയപ്പെടുന്നു. പരമാവധികളുടെ വൻകര എന്നറിയപ്പെടുന്നു. പർവ്വതങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നു. പർവ്വതങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? പർവ്വതങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നു. സിമ്പിൾ അല്ലേ? അപ്പൊ മറക്കരുത്, വളരെ പ്രാധാന്യമുണ്ട് ഏഷ്യ വൻകര. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൻകര ഏഷ്യ വൻകരയാണ്. ലോകത്തെ ആകെ ജനസംഖ്യയുടെ 60% ഏഷ്യയിലാണ്. അടിസ്ഥാന തൊഴിൽ കാർഷിക മേഖലയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഏഷ്യ വൻകര തന്നെ. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമിയാണ് ഏഷ്യ. അതുകൊണ്ട് മതങ്ങളുടെ വൻകരയെന്നും ആത്മീയതയുടെ വൻകരയെന്നും വൈവിധ്യങ്ങളുടെ വൻകരയെന്നും അറിയപ്പെടുന്നു. ഭൂമിയുടെ ചെറു പതിപ്പ് എന്നറിയപ്പെടുന്നു. ലോകത്ത് വിവിധ മേഖലകളിൽ കാണപ്പെടുന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങളെല്ലാം ഏഷ്യ വൻകരയിൽ ഉണ്ട് എന്നതുകൊണ്ട്
പരമാവധികളുടെ വൻകരയെന്നും പർവ്വതങ്ങളുടെ വൻകരയെന്നും അറിയപ്പെടുന്നത് ഏഷ്യ വൻകര തന്നെയാണ്. സെറ്റാണേ. അപ്പൊ ഏഷ്യ വൻകരയെക്കുറിച്ചുള്ള വിവിധ കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. തുടർന്ന് മറ്റു വൻകരകളിലേക്കുള്ള വിവരങ്ങൾ നമുക്ക് പഠിച്ചുറപ്പിക്കാം അടുത്ത ക്ലാസ്സുകളിലൂടെ. ഓക്കെ, മറക്കില്ല എന്ന് തന്നെ കരുതുന്നു. കൃത്യമായി പഠിച്ചുറപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഞാൻ പറഞ്ഞു, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. മറ്റു ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാൽ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് ചില പോയിന്റ്സ് കൂടെ നമ്മളിവിടെ കണക്ട് ചെയ്ത് പഠിച്ചു. അത് നോട്ട് ചെയ്യാനായിട്ട് ദയവായി ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ബൈ ബൈ.